ഹലോ ഗൈസ്, കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ എൻ്റെ ഒരു ഈവനിങ് ആട്ടോ ഇത്. ഓരോ ദിവസം ഈവനിങ് ആകുമ്പോഴേ ഒരു ചിന്തയാണ്, ഇന്ന് എന്തുണ്ടാക്കും, ഡിന്നറിന് എന്തുണ്ടാക്കും എന്നൊക്കെ. നൈറ്റ് ഡിന്നർ ഉണ്ടാക്കുന്നത് തന്നെയാണ് പിറ്റേന്ന് നമ്മുടെ ലഞ്ചായിട്ട് എടുക്കുന്നത്. അങ്ങനെ ഫ്രിഡ്ജിൽ വെജിറ്റബിൾ ബോക്സൊക്കെ പരതി നോക്കിയപ്പോഴേക്കും നമ്മുടെ പടവലങ്ങയില്ലേ, പാമ്പിനെ പോലെ ഇരിക്കുന്ന, ഇംഗ്ലീഷിൽ ഇതിനെ സ്നിക് ഗോഡ് എന്നൊക്കെ പറയും. നിങ്ങളിവിടെ ഇതിനെ എന്താ പറയുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അതിനെ തോരൻ വെക്കാമെന്ന് കരുതി. ആദ്യം പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് പടവലങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഉപ്പിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കണം. ശേഷം നമ്മളിത് 2 പേരുള്ളതുകൊണ്ട് 2 മുട്ടയെ എടുത്തിട്ടുള്ളൂ. മുട്ട നന്നായി മിക്സ് ചെയ്ത ശേഷം അരപ്പിടണം. നമ്മൾ തോരത്തിനൊക്കെ അരയ്ക്കുന്നില്ലേ, ആ ഒരു സെയിം അരപ്പ് തന്നെയാണ്. തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇത് ജസ്റ്റ് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം ഇതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. എന്നിട്ട് തുറന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് ചൂര മീൻ ഇരിപ്പുണ്ടായിരുന്നു. കറി വെച്ചാൽ ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ കരുതി ഫ്രൈ ചെയ്യാന്ന്. നോർമൽ ഫ്രൈ ചെയ്യുന്ന രീതി തന്നെയാണ് ഇവിടെയും. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 5 മിനിറ്റ് മാറ്റി വെച്ച ശേഷം ഫിഷ് ഫ്രൈ ചെയ്തെടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയില്ല എന്ന്. എന്താണെന്നല്ലേ, ചോറ്. അതുണ്ടാക്കിയിട്ടില്ല, മറന്നുപോയി. ഇവിടെ ഇപ്പോൾ പാലക്കാടൻ മട്ട അരിയാട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് ഏറെ ഇഷ്ടമല്ല, എങ്കിലും ഇവിടെ വന്നതിന് ശേഷം ഞാൻ കഴിക്കാറുണ്ട്. കുക്കറിൽ ലോ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വെക്കുമ്പോഴേക്കും നമ്മൾ ചോറ് റെഡിയാവും. എന്നിട്ട് ചോറും ഫിഷ് ഫ്രൈയും പടവലങ്ങ തോരനും ഇന്നലത്തെ കാട്ടുനെല്ലിക്ക ചമ്മന്തിയും മോരറിയും ഇതൊക്കെ വെച്ച് ഒരു പിടി അങ്ങ് പിടിച്ചു. സമാധാനമായി. ശേഷം നമ്മളൊരു സിനിമയും കണ്ട് കിടന്നുറങ്ങി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.